നിങ്ങളുടെ മേയർ ഉണ്ടല്ലോ, നിങ്ങളുടെ മേയർ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് ഇവിടെ നടന്നല്ലോ. KSRTC ബസ്സിന് കുറുകെ പിടിച്ചല്ലോ. ഈ ഇലക്ഷനിലും എവിടെയെങ്കിലും ഒരിടത്ത് പ്രചരണത്തിൽ ഇറക്കാൻ പറ്റിയല്ലോ. സുഹൃത്തെ, നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ പ്രസ്താവന എന്റെ വായിലേക്ക് തിരികരുത്, അത് പ്രശ്നമല്ലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ പിന്നെ ഇല്ലാത്ത കാര്യം പറയുന്നേ എന്താ രാമേന്ദ്ര പ്രശ്നം? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രാഥമികമായി ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങളെങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവുമേറെ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്ത ഗവൺമെൻറ്റാണ് LDFിൻ്റെ ഗവൺമെൻറ്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവൻ്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. എന്നാൽ ആ നേട്ടങ്ങൾ പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തിച്ച് അതിൻ്റെ ഗുണഫലം പൂർണ്ണമായും നേടത്തക്ക നിലയിൽ കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇടതുപക്ഷ വിരുദ്ധരാകെ ഒറ്റക്കെട്ടായി അണിനിരക്കുന്നു എന്നുള്ളതാണ്. അല്പാസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ലീഗും UDFും അതുപോലെ ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, SDPI ഇവരെല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി എന്ത് വില കൊടുത്തും LDFിനെ പരാജയപ്പെടുത്തുക, ഈ നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പിൽ സാർവത്രികമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഇപ്പോൾ കേരളത്തിൽ തന്നെ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ പരിശോധിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും BJPയുടെ വോട്ട് കോൺഗ്രസിന് വിറ്റതായി കാണാം, അതുപോലെ കോൺഗ്രസിന്റെ വോട്ട് BJP കിട്ടിയതായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഒരു പരസ്യമായ മുന്നണി എന്നുള്ളതിലേക്ക് അവരാകെ ഒറ്റക്കെട്ടായി ചേർന്നെന്ന് പറയാൻ വേണ്ടി കഴിയില്ലെങ്കിലും എന്ത് വില കൊടുത്തും LDFിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ പരസ്പരം സഹായിക്കുന്ന ഒരു നിലപാട് സാർവത്രികമായി കേരളത്തിലാകെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. കേരളത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് നമുക്കുണ്ടായ നേട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രചാരവേദിയും നടത്താൻ അവർ സന്നദ്ധമല്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന എന്താ, അവിടെ 1,75,000 വോട്ട് നേടി LDF ആണ് ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പൊ കണ്ണൂർ ജില്ലക്കകത്ത് 10 സ്ഥലങ്ങളിൽ എതിരാളിയേ ഇല്ല, എല്ലാം ജയിച്ച LDF ആണ്. പക്ഷെ ആ കാര്യത്തെ കുറിച്ച് പറയുന്നില്ല. 15 സീറ്റുകൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ LDF ജയിച്ചു, ആ കാര്യം പറയാൻ ആളില്ല. അപ്പോ LDFിന്റെ നേട്ടങ്ങളെ നിരാകരിക്കുക, അവരെ കുറച്ച് കാണിക്കുക, UDFിനും BJPക്കും ഉണ്ടായ നേട്ടങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുക, ഇതാണ് മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന ഒരു ഈ അറിവ് എവിടുന്ന് കിട്ടി? എന്നല്ല, അങ്ങനെയല്ല. അത് നിങ്ങളുടെ പ്രസ്താവന എന്റെ വായിൽ തിരികരുത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഉണ്ടായതിനേക്കാൾ തിരിച്ചടി LDFിന് ഉണ്ടായിരുന്നു, നേട്ടങ്ങൾ ഇല്ലാത്ത നേട്ടങ്ങൾ UDFിനും BJPക്കും ഉണ്ടായി എന്ന് സ്ഥാപിക്കാൻ അത്തരം കാര്യങ്ങൾ പർവ്വതീകരിച്ച് പറയാണെന്നാണ്. LDFിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സംസാരിക്കുന്നതേ ഇല്ല. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുത്തലുകൾ വരുത്തും എന്ന് പാർട്ടി പറയുന്നുണ്ടല്ലോ. അപ്പോ നമുക്കറിയണ്ടേ, ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോഴാണല്ലോ തിരുത്തലുകൾ വരുത്തുക. ഇപ്പൊ അങ്ങ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ സർക്കാർ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ സർക്കാരാണ്, പാർട്ടിക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അടിത്തറ ഭദ്രമാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ എവിടെയാണ് തിരുത്തുക, എന്താണ് തിരുത്തുക? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ല, അത് എന്തുകൊണ്ടാണ് പരാജയം എന്നുള്ളത് പരിശോധിച്ചാണല്ലോ തിരുത്താൻ വേണ്ടി കഴിയുക. ഇതിനേക്കാൾ വലിയ തിരിച്ചടി നമ്മൾ നേരത്തെ നേരിട്ടിട്ടുണ്ട്. പക്ഷെ ആ തിരിച്ചടി കൊണ്ടൊന്നും പിന്നെ പ്രസ്ഥാനം പുറകോട്ടേക്ക് വന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ 2010 തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ട് നില എന്താ, ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ഇത്തരം മണ്ണ് കിട്ടിയിരുന്നില്ല എന്നുള്ള വസ്തുതയാണ്. ഇപ്പോ അതിനേക്കാളേറെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എന്താ അതുകൊണ്ട് ആകെ തകർന്നു പോയിട്ടുണ്ടോ? LDF ആകെ വിളിച്ചു പോയോ? അന്നുണ്ടായില്ലല്ലോ. അതിന് ചേട്ടവും തിരിച്ചു വരാൻ LDFിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു അവസാനത്തെ വാക്കാണ്. ഇനിയിപ്പോൾ LDFിന് യാതൊരു മുന്നേറ്റവുമില്ല. UDF അങ്ങനെ വെച്ചടി കയറിക്കൊണ്ടിരിക്കും. അതിനൊന്നും യാതൊരു വിശ്വാസ്യതയുമില്ല. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ സീറ്റ് നില നോക്കിയിട്ടാണല്ലോ സ്വാഭാവികമായും അങ്ങനെയൊക്കെ മാധ്യമങ്ങൾ പറയുന്നത്. അതിലിപ്പോ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. നിങ്ങൾ അങ്ങ് തകർന്നു പോയെന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് അടിസ്ഥാനപരമായി നിങ്ങളുടെ കരുത്ത്, പാർട്ടിയുടെ അടിത്തറ അങ്ങനെ തന്നെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് തിരിച്ചു വരാനും കഴിയും. പക്ഷെ ഞാൻ പറയുന്നത് ഇതിപ്പോ കണക്കുകളിലെ 2010 കണക്ക് വെച്ച് ഒക്കെ നിങ്ങൾക്ക് പല കണക്കുകളെയും കൂട്ടുപിടിച്ച് ഒരു രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ പ്രകാശ് മാഷായാലും ഈ ചർച്ചയിൽ സ്വീകരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എവിടെ തിരുത്തും, എന്ത് തിരുത്തിയാൽ ഒരു തിരിച്ചുവരവ് സാധ്യമാകും എന്ന് ഈ പ്രാഥമികമായി മനസ്സിലായിട്ടുണ്ടോ മാഷെ? എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവുമേറെ ജനങ്ങൾക്ക് ഗുണം ചെയ്ത ഗവൺമെന്റാണ്. ഇന്ത്യയിൽ ഏറ്റവും ആളുകൾക്ക് പണി കൊടുത്ത ഗവൺമെന്റ് LDF ഗവൺമെന്റാണ്. ഏറ്റവും വീട് കൊടുത്ത ഗവൺമെന്റ് LDFിന്റെ ഗവൺമെന്റാണ്. ഏറ്റവും പെൻഷൻ കൊടുത്ത ഗവൺമെന്റ് LDFിന്റെ ഗവൺമെന്റാണ്. ഇപ്പോഴാവട്ടെ വീട്ടമ്മമാർക്ക് പെൻഷൻ, അതുപോലെ ചെറുപ്പക്കാർക്ക് അവരുടെ ജോലിക്ക് സഹായം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ചർച്ചയാവുന്നില്ല. അതാ നിന്റെ വിഷമം. പവർ കട്ടില്ലാത്ത 9.5 കൊല്ലം നിങ്ങൾക്ക് ചർച്ചയല്ല. ആരോഗ്യ സ്ഥാപനം മെച്ചപ്പെട്ടത് നിങ്ങൾക്ക് ചർച്ചയല്ല. വിദ്യാഭ്യാസ രംഗത്തിനായ പുരോഗതി നിങ്ങൾക്ക് ചർച്ചയല്ല. വികസന രംഗത്തിനായ മുന്നേറ്റം നിങ്ങൾക്ക് ചർച്ചയില്ല. നിങ്ങൾക്ക് എന്താണ് ചർച്ച? സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ വാർത്തയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അങ്ങ് മനോരമ ചാനലോ പത്രമോ വായിക്കാത്തതുകൊണ്ട് കാണാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും. മനോരമ എല്ലാ ദിവസവും വായിക്കുന്ന ഒരു വായനക്കാരാണ് ഞാൻ. എന്റെ വീട്ടിൽ മനോരമ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ.
നേട്ടങ്ങളെ വാർത്തയായി പറയുകയല്ലാതെ നേട്ടങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ചർച്ചയില്ല. കോട്ടങ്ങളെ സംബന്ധിച്ച് എല്ലാ ദിവസവും ചർച്ചയുണ്ട്. ഇപ്പൊ 365 ദിവസത്തിൽ 360 ദിവസവും നിങ്ങൾ ചർച്ച ചെയ്യുന്ന LDFന്റെ കോട്ടങ്ങളെ സംബന്ധിച്ചാണ്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഞങ്ങളുടെ ചെറിയ തെറ്റുകളെ സംബന്ധിച്ചാണ്. ആ തെറ്റുകളെ പർവ്വതീകരിച്ച് കാണിക്കുക, അതാണ് നിങ്ങളുടെ ഉദ്ദേശം തന്നെ. അത് ജനങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് 2021 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എല്ലാ ദിവസവും മത്സരിക്കാൻ ശ്രമിച്ചിട്ടും ജനങ്ങൾ സ്വീകരിക്കാതിരുന്നത്? അത് വെറുതെ അല്ല, നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ എഴുത്തി കാണിക്കാനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. സ്വന്തം കാര്യം പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ അങ്ങ് പറഞ്ഞു വരുന്നത് എന്താണ്? സർക്കാരിനെ പ്രത്യേകിച്ച് ഒരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. സർക്കാർ എങ്ങനെയാണോ ഇപ്പൊ മുന്നോട്ട് പോയിട്ടുള്ളത് അതുപോലെ തന്നെ മുന്നോട്ട് പോകും. ഇതിപ്പോ സർക്കാരിന് എതിരായ വികാരം കൊണ്ടാണ് വോട്ട് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ഒരു തിരുത്തൽ സർക്കാർ വരുത്തുമെന്ന് എന്നാണ് അങ്ങ് ഉറച്ചു പറയുന്നത് അല്ലേ? ഏറെക്കുറെ LDFന്റെ വികസന മുന്നേറ്റത്തിൽ ഞങ്ങൾ എന്തെങ്കിലും തിരുത്തൽ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. LDF സമീപിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ വിരുദ്ധ നിലപാട് ഞങ്ങൾ തിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. LDFന്റെ വികസന കാഴ്ചപ്പാട് തിരുത്തില്ല. LDFന്റെ ജനക്ഷേമകരമായ കാര്യങ്ങൾ ഞങ്ങൾ തിരുത്തില്ല. എന്നാൽ തിരുത്തേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ജനങ്ങളിൽ നിന്ന് പഠിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്തും. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഞങ്ങൾ അതേ സംബന്ധിച്ച് പരിശോധന നടത്തി കാണുന്നത് ഇന്നും പറഞ്ഞല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി. അതുകൊണ്ട് തിരുത്തേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തുറന്ന മനസ്സോടെ തിരുത്തും. ജനങ്ങളോട് തെറ്റുകൾ ഏറ്റുപറയാൻ കരുത്തുള്ള പ്രസ്ഥാനമാണ് LDF. നേരത്തെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്നല്ല. ഞങ്ങൾ ചെയ്യുന്നതിൽ 99% ശരികൾ തന്നെയാണ്. പക്ഷേ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ പോരായ്മയുണ്ടായിട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഞങ്ങളെ അക്കാര്യത്തിൽ സഹായിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഞങ്ങളെ എങ്ങനെയും ജനങ്ങൾക്കെതിരായി തീർക്കുന്നതിൽ നിങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഒരു ചാൻസ് തളപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടങ്ങളിലുടനീളം ഇപ്പോ ചർച്ചകളിലായാലും സർക്കാരിന്റെ വിലയിരുത്തലാകും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞ നേതാക്കളാണ് CPMന്റെ നേതാക്കൾ. അപ്പോ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോ മാത്രം അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? അല്ല, ഇവിടെ ഏതാണ്ട് 40-42% ആളുകൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അവർ സർക്കാർ മെച്ചമായതുകൊണ്ടായിരിക്കുമല്ലോ വോട്ട് ചെയ്തിട്ടുണ്ടാവുക. അവർ സർക്കാർ മോശമായതുകൊണ്ടായിരിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സർക്കാരിന്റെ വിലയിരുത്തലിൽ ഒരു പങ്കും ഇതിനകത്തില്ല. ഇതെന്ന് പറയാൻ ഞങ്ങളാളല്ല. എന്നാൽ പരാജയത്തിന്റെ യഥാർത്ഥമായ കാരണം എന്താണ്? ജനങ്ങളിൽ ഒരു സെറ്റ് ആളുകൾ ഞങ്ങൾ വിശ്വസിക്കാത്തത് എന്തുകൊണ്ട്? അത് ഞങ്ങൾ പരിശോധിക്കും തീർച്ചയായിട്ടും. എന്റെ പൊന്നോ വേണ്ട. അനുവേ, ഞാൻ ഈ 15 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന്റെ ചർച്ച ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 15 മിനിറ്റ് നേരവും ചർച്ച വീക്ഷിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. CPMനെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷെ അവരോട് നിങ്ങൾ തോറ്റുപോയി കേട്ടോ എന്ന് ബോധ്യപ്പെടുത്താൻ വലിയ പാടാണ്. ഒരു ജാതി വകകളാണോ? 2010 UDFന്റെ സ്ഥിതി എന്താണെന്നറിയോ? ഞങ്ങളിൽ നിന്ന് കേരള കോൺഗ്രസ് പോകുന്നു, ഞങ്ങളിൽ നിന്ന് ജനതാദൾ പോകുന്നു, ഞങ്ങളിൽ നിന്ന് ബാലകൃഷ്ണ പിള്ളയുടെ ഗ്രൂപ്പ് പോകുന്നു, ഞങ്ങളിൽ നിന്ന് JSS പോകുന്നു, ഞങ്ങളിൽ നിന്ന് CMP പോകുന്നു. എന്നാൽ ഞങ്ങൾക്കിപ്പോ അങ്ങനെ ഇവരാരും ഇല്ലാതിരുന്നിട്ടും ഞങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന ജയം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ബഹുമാനായ ശ്രീ പ്രകാശൻ, നിങ്ങൾ അപകടത്തിലാണ്. നിങ്ങളെ RSSും BJPയും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ബംഗാളിലേക്കാൾ പാലും വെള്ളത്തിൽ പണി കിട്ടും. കഴിനാക്കുണ്ടെന്ന് പറയാടാ. 5 കൊല്ലക്കാലം ഭരണം നടത്തിയിട്ട് ഒരു 10 പൈസ പോലും 1 രൂപയും ആനുകൂല്യം കൂട്ടാതെ ജനങ്ങളെ മാസം തോറും 1400 കോടി രൂപ വെച്ച് സകലത്തിനും പിഴിഞ്ഞ് എല്ലാത്തിന്റെയും വില കൂട്ടി, എല്ലാ ടാക്സും കൂട്ടി ജനങ്ങളെ വല്ലാതെ ഇല്ലായ്മ ചെയ്തിട്ട് ഇലക്ഷന്റെ തലേദിവസം കൊണ്ടുവന്ന് പ്രഖ്യാപനം നടത്തി 1000-ഓ 2000-ഓ അല്ലെങ്കിൽ 100-ഓ 200-ഓ കൂട്ടിക്കൊടുത്താൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഓച്ചാനിച്ചെന്ന് വാങ്ങിയിട്ട് നിങ്ങൾക്ക് തന്നെ കുത്തിത്തരുന്ന അടിമകളാണ് ജനങ്ങൾ നിങ്ങൾ കരുതിയോ? ആശാ വർക്കർമാർ 365 ദിവസം അരിവാൾ ചുറ്റുക നക്ഷത്രത്തിന് മാത്രം വോട്ട് ചെയ്യുന്ന ആശാ വർക്കർമാർ കേവലം ഒരു 50 രൂപയ്ക്ക് വേണ്ടി നിങ്ങളുടെ മഹാരാജാവിന്റെ മൂക്കിന്റെ താഴെ സമരം നടത്തിയാലും നിങ്ങൾ അവഗണിക്കണം. അവരെ നിങ്ങൾ തള്ളിക്കളയണം. എന്നിട്ടോ അവരുടെ ബൈക്ക് പിടിച്ചു പറിക്കണം, അവരെ കേസിൽ പ്രതിയാക്കണം, അവരുടെ ടാർപ്പ് വലിച്ചു കീറണം, എന്നിട്ട് നിങ്ങൾ പിടിച്ചെടുക്കണം. ശബരിമലയിൽ നിങ്ങളിപ്പോ ബഹുമാനപ്പെട്ട ഓണറബിൾ ഹൈക്കോടതി ചോദിച്ചതുപോലെ തങ്ക വിഗ്രഹമെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് പോയാലും നിങ്ങൾ ഒരു നടപടിയെടുക്കരുത്. കൊള്ള നടത്തണം. പത്മകുമാറിനെയും വാസുവിനെയും അരിവാൾ ചുറ്റുക നക്ഷത്രത്തിന്റെ ദാർഢ്യം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സംരക്ഷിക്കണം. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ, നിങ്ങൾ കേട്ട് കാണുമല്ലോ, സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന പാട്ട് കേട്ടോ പ്രകാശ് മാഷേ? ആ പാട്ട് നിങ്ങളുടെ സഖാക്കന്മാരുടെയും നിങ്ങളുടെ വോട്ട് ബാങ്കിന്റെയും നെഞ്ചത്തേക്ക് ഉൾക്ക വന്നടിക്കുന്ന പോലെയാണ് അടിച്ചത്. രക്ഷപ്പെടത്തില്ല. നിങ്ങൾ ദൈവത്തെയാണ് നിങ്ങൾ കെട്ടത്. ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും ഹിതമല്ലാത്തതുമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാർ എന്ന് അടിസ്ഥാന വർഗത്തിന് തോന്നിപ്പോയി. പറഞ്ഞതാരാന്നറിയോ? ആരെന്നറിയോ? ബിനോയ് വിശ്വം. അദ്ദേഹം വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. നിങ്ങളുടെ മേയർ ഉണ്ടല്ലോ, നിങ്ങളുടെ മേയർ അഹങ്കാരത്തിന് കൈയും കാലും വെച്ച് ഇവിടേക്ക് നടന്നല്ലോ. KSRTC ബസ്സിന് കുറുകെ പിടിച്ചല്ലോ. ഈ ഇലക്ഷനിലും എവിടെയെങ്കിലും ഒരിടത്ത് പ്രചരണത്തിൽ ഇറക്കാൻ പറ്റിയല്ലോ. സഖാക്കളെ, തന്റെ ഇടവും അഹങ്കാരവും അഴിമതിയും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇല്ലാത്ത പിന്നെ ചടങ്ങിന് പൊറോട്ട എന്ന് പറഞ്ഞ് കാശ് വാങ്ങുമ്പോ ഈ തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ മേയർ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയോട് സഖാവെ ഒരു 150 ഒഴിവുണ്ട്, ഉടൻ തന്നെ ആളുകളെ തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ജോലി പിടിച്ചു വാങ്ങി നിങ്ങളുടെ ആളുകൾക്ക് കൊടുക്കുമ്പോ
ഈ SC/ST ഫണ്ട് തിരുവനന്തപുരത്തെ 4 കോർപ്പറേഷൻ ഡിവിഷൻ ഓഫീസ് വഴി നിങ്ങൾ കട്ടെടുക്കുമ്പോ നിങ്ങൾ അറിഞ്ഞില്ല, നിങ്ങളുടെ അടിത്തറ നിങ്ങൾ തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്ന്. എത്ര ശരിയാ. ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ ബാധിക്കുന്ന എന്ത് വിഷയമാണ് UDF പറഞ്ഞത്, എന്ത് വിഷയമാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്? അയ്യപ്പന്റെ വിഷയമല്ലാതെ പറയുന്നത് പറയാനല്ലോ നിങ്ങൾക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം പറയാനില്ല. ആളുകളെ വൈകാരികമായിട്ട് തിരുത്താൻ കഴിയുന്ന മതം അല്ല, അയ്യപ്പന്റെ വിഷയം അങ്ങനെ ഒരു തരത്തിലും ജനങ്ങൾ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറയുന്നത്. അയ്യപ്പന്റെ വിഷയം അത് വിശ്വാസത്തിന്റെ മാത്രം പ്രശ്നമല്ല, അതിനപ്പുറത്തേക്ക് അവിടെ ഒരു വലിയ കൊള്ള നടന്നിട്ടുണ്ട് ഈ സംസ്ഥാനത്ത്. നിങ്ങൾ കാണാത്ത തരത്തിലുള്ള ഒരു കൊള്ളയാണ്. അല്ല അത് പിന്നെ സുഹൃത്തെ നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ പ്രസ്താവന എന്റെ വായിലേക്ക് തിരികരുത്, അത് പ്രശ്നമല്ലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ പിന്നെ ഇല്ലാത്ത കാര്യം പറയുന്നേ. ഞാൻ പറയുന്നത് ജനകീയ പ്രശ്നങ്ങളെക്കാൾ ഏറെ ഇത്തരം വിഷയങ്ങളാണ് ഉന്നയിച്ചെന്നാണ്. ആ വസ്തുതയല്ലേ? അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ,